ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർ കണക്ട് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു കമ്പ്യൂട്ടർ വെച്ച് യൂസ് ചെയ്യുന്നു, അപ്പുറത്ത് വേറെ കമ്പ്യൂട്ടർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നെറ്റ്വർക്കാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ അതിന് ചിലൊരു ആവശ്യകത നീഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും നമ്മളുടെ മുന്നിൽ. അങ്ങനെയാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമുക്ക് പറയാനുള്ളത് റിസോഴ്സ് ഷെയറിംഗ് ആണ്. നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാർഡ്വെയർ ഡിവൈസുകളായിട്ടുള്ള പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ്, സ്റ്റോറേജ് ഒക്കെ ഷെയർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർസും, അതായത് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് വേർഷനുള്ള ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരൊറ്റ സോഫ്റ്റ്വെയർ ആക്സസിബിൾ ആകും, യൂസ് ചെയ്യാനും കഴിയും. പിന്നെ ഇതിലൂടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറച്ചുകൊണ്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിന് സെയിം റിസോഴ്സസ് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് റിസോഴ്സ് ഷെയറിംഗ് ആണ്. ഹാർഡ്വെയർ റിസോഴ്സുകളെയും സോഫ്റ്റ്വെയർ റിസോഴ്സുകളെയും നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 10 കമ്പ്യൂട്ടർക്കും കൂടെ ഒറ്റ പ്രിൻ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പർപ്പസ് നടക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഈസി കമ്മ്യൂണിക്കേഷനാണ്. നമുക്കറിയാം, ഇന്ന് യൂറോപ്പിലായാലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഏതൊരാളുമായിട്ടും നമുക്ക് ഇപ്പോൾ ഈ നിമിഷം വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം. അതൊക്കെ പോസിബിൾ ആവുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ആണ്. അപ്പോൾ അത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ് ഈസി കമ്മ്യൂണിക്കേഷൻ. അത് ഇമെയിൽ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, വീഡിയോ കോൾ ആയിക്കോട്ടെ, ഫയൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കുന്നു എന്നുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും എല്ലാ കൊളാബറേഷൻസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഡാറ്റ ഷെയറിംഗ് ആണ്. യൂസേഴ്സിന് ഏറ്റവും ഈസി ആയിക്കൊണ്ട് തന്നെ ഫയൽസിനെയും ഡാറ്റാബേസിനെയും അപ്ലിക്കേഷൻസിനെയും ഒക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ഷെയർ ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഒരു ഗ്രൂപ്പ് വർക്ക് ആയിക്കോട്ടെ, റിമോട്ട് ആക്സസ് ആയിക്കോട്ടെ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും ഷെയർ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നല്ലൊരു ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ഈസി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? ഡാറ്റ ഷെയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫയൽസും ഡാറ്റാബേസൊക്കെ വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. അടുത്ത പോയിൻ്റ് ഇംപ്രൂവ്ഡ് ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ബാക്കപ്പ് ആണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് നമ്മൾ മെയിനായിട്ട് കൊണ്ട് നടക്കുന്നത്, ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടറുകൾക്ക് തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കോഡിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സെർവറൊക്കെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എല്ലാ ഇൻഫർമേഷൻസിൻ്റെയും ബാക്കപ്പ് എടുക്കാനും കഴിയും. അതേപോലെ തന്നെ പെർമിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഇംപ്രൂവ്ഡ് ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ബാക്കപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സെൻസിറ്റീവായുള്ള ഡാറ്റയും നമുക്ക് ബാക്കപ്പ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ സെക്യൂർഡായിട്ട് പെർമിഷൻ യൂസ് ചെയ്ത് പെർമിഷൻ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എക്സിക്യൂഷൻ നടത്താൻ പറ്റുന്ന രീതിയിലും യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻക്രീസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മൾട്ടിപ്പിൾ ഡിവൈസുകൾക്കിടയിലും സെർവേഴ്സിലൊക്കെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ ക്ലൗഡ് നെറ്റ്വർക്കൊക്കെ ആകുമ്പോൾ അതിനകത്ത് വിർച്വലായിട്ടും സ്റ്റോറേജ് പോസിബിളാണ്. അത് അൺലിമിറ്റഡ് സ്റ്റോറേജാണ് ഈ വിർച്വൽ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയും നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാം. മാത്രമല്ല, നമുക്ക് പുതിയൊരു സ്റ്റോറേജിൻ്റെ ഒരു ഡിവൈസ് തന്നെ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടാം. അതിന് നമ്മൾ സ്കേലബിലിറ്റി എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. അതായത് ഒരു ലൈസൻസ്ഡ് സോഫ്റ്റ്വെയറൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 10 കമ്പ്യൂട്ടറിന് ഒറ്റ പ്രിൻ്റർ മതി എന്ന് പറയുമ്പോൾ അവിടെ ഹാർഡ്വെയർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ കോസ്റ്റ്ലി സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഓൾറെഡി ഒരു സെൻട്രൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളും
കുറക്കാൻ കഴിയും. അങ്ങനെ ഒരു കോസ്റ്റ് കുറക്കാനും ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള കോൺസെപ്റ്റിലൂടെ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നത് സ്കേലബിലിറ്റിയാണ്. നമുക്ക് ഈസി ആയിട്ട് പുതിയ ഡിവൈസുകൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് നെറ്റ്വർക്കിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ. പിന്നെ ഒരു ഗ്രോയിങ് ഓർഗനൈസേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കേലബിലിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റി കൂട്ടുക, പുതിയ കമ്പ്യൂട്ടേഴ്സിനെ ആഡ് ചെയ്യുക, പുതിയ സ്റ്റോറേജ് ഡിവൈസുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ റിമൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ വരുന്നത് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡാറ്റ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സെക്യൂറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ കഴിയും. അതേപോലെ തന്നെ മെയിൻ്റനൻസ്, ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് പോസിബിളാണ്. പിന്നെ വരുന്നത് സപ്പോർട്ട് റിമോട്ട് ആക്സസ് ആണ്. യൂസേഴ്സിന് വളരെ ഈസി ആയിട്ട് ഫയൽസിനെ ആക്സസ് ചെയ്യാനും ആപ്ലിക്കേഷൻസിനെ ആക്സസ് ചെയ്യാനൊക്കെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ പോസിബിളാണ്. അത് എവിടെ വെച്ച് വേണമെങ്കിലും പോസിബിളാണ്. ബിക്കോസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റർനെറ്റിനകത്ത് നടക്കുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്ക് ഫയൽസും ആപ്ലിക്കേഷൻസൊക്കെ റിമോട്ട് ആക്സസ് പോസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ ഓൺലൈൻ സർവീസുകൾ, റിമോട്ട് വർക്കുകളൊക്കെ വളരെ ഈസി ആയിട്ടും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് എസ്പെഷ്യലി ഇൻ്റർനെറ്റിനകത്ത് പോസിബിളാണ്. ആൻഡ് ഫൈനലി എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമത്തിലേക്ക് എത്തിക്കാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റാണ്, ടൂൾസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് നടക്കും? വർക്ക് എഫിഷ്യൻസി മാക്സിമത്തിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ റിയൽ ടൈം ഡാറ്റ ആക്സസ് ഹെൽപ്പ് ഇൻ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഇതിനകത്ത് ഡാറ്റ ആക്സസ് റിയൽ ടൈം ആണ്, അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങും വളരെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി മൊത്തത്തിൽ കൂട്ടാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത റിസോഴ്സ് ഷെയറിംഗ് ആണ്. നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ഹാർഡ്വെയർസിനെയും സോഫ്റ്റ്വെയർസിനെയൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഈസി കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ നിന്നുകൊണ്ട് എത്ര കിലോമീറ്റർ ദൂരെയുള്ള ആളെ പോലും ഈ നിമിഷം വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ, ഇമെയിൽ അയക്കാൻ പറ്റുമെങ്കിൽ അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ വരുന്നത് ഡാറ്റ ഷെയറിംഗ് ആണ്. നമുക്ക് ഡാറ്റാ ബേസിലുള്ള ഡാറ്റയും ഫയൽസും ആപ്ലിക്കേഷൻസും വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്ത് പോകാൻ കഴിയും. റിമോട്ട് ആക്സസ് പോസിബിളാണ്. പിന്നെ ഡാറ്റ സെക്യൂരിറ്റിയും ബാക്കപ്പൊക്കെ ഏറ്റവും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. ഡാറ്റ സെക്യൂരിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ്റെ കേസിലൊക്കെ. അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ദെൻ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് എത്ര വേണമെങ്കിലും വേണ്ട രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ കഴിയും. പിന്നെ കോസ്റ്റ് എഫിഷ്യൻസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ ഒരു നെറ്റ്വർക്ക് വേർഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈസി ആയിട്ട് അതെല്ലാവർക്കും ഷെയർ ചെയ്ത് പോകാൻ കഴിയും. നെക്സ്റ്റ് സ്കാലബിലിറ്റിയാണ്. നമുക്ക് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഫെയിലായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് പുതിയ ഒന്ന് ആഡ് ചെയ്യാനും പുതിയ മെമ്മറി കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യാനൊക്കെ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതിന് നമ്മൾ സ്കാലബിലിറ്റി എന്ന് പറയും. പിന്നെ ഇത് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് പോസിബിൾ ആക്കുന്നുണ്ട്. റിമോട്ട് ആക്സസ് അക്സെപ്റ്റബിൾ ആണ്. ഇതെല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ടൂൾ ഷെയർ ഒക്കെ കാരണം നമുക്ക് വർക്ക് എഫിഷ്യൻസി കൂട്ടാൻ കഴിയും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.